അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ എൻ്റെ പെജറി ടാറ്റ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ആ ബെല്ല ബട്ടൺ ഉണ്ടല്ലോ അതൊന്ന് അടിച്ച് പൊട്ടിച്ചേക്ക് മക്കളെ. അങ്ങനെ മുഴുവൻ സപ്പോർട്ടോടെ ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗായ്സ്, ഇന്ന് നമ്മളെ വീട്ടിൽ ഉസ്താദിന് ചെലവാണ്, അതുകൊണ്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ രാത്രി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഇല്ലേ, ഇന്ന് ഉമ്മച്ചി അടിപൊളി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്ന് പോയിട്ടൊന്ന് നോക്കിയാലോ. അപ്പം ഇതാ നല്ല അടിപൊളി വറുത്തരച്ച കോഴിക്കറിയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം മൂറിയിട്ട് വായി. അപ്പം ഇതാ നമ്മളെ കോഴിക്കുട്ടപ്പന്നെ ഇതാ അറുത്ത് മുറിച്ച് ചട്ടിയിലാക്കി കറിയാക്കി കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ഇതാ നല്ല മസാല പരക്കി നല്ല മസാല അതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പം ഇതാ ഗായ്സ്, നമ്മളെ ഉമ്മച്ചി ഇതാ നല്ല പാങ്ങില് പൊറോട്ട ചുട്ടുകൊണ്ടുണ്ട്. ഇവിടെ പൊറോട്ട അടിക്കാൻ വെച്ചേക്കാണ്. അങ്ങനെ തന്നെ പത്തിരി റെഡിയായി. ഇത് ഉസ്താദിനുള്ളതാണ് പത്തിരി. പിന്നെ ഇതാ പൊറോട്ട അതിൻ്റെ മുകളിൽ കൂടെ വെച്ചു. പിന്നെ നല്ല പൊറോട്ടയാണ് കേട്ടോ. പിന്നെ നമ്മുടെ കറി അതിൻ്റെ മുകളിലോട്ട് വെച്ചു. നല്ല ചിക്കൻ കറി ജീവനുള്ള പോലെയാണ് കേട്ടോ അവൻ്റെ ഇരിപ്പ്. പിന്നെ നമ്മുടെ സ്വന്തമായ കോഴി പൊരിച്ചത്. അപ്പോൾ നമുക്ക് മൂടി വെക്കാം. പൊറോട്ട ഒക്കെ റെഡി ആയിട്ടുണ്ട്. സൂമാക്കും വെച്ച് ഇങ്ങോട്ട്. അപ്പോൾ ഇതാ പൊരിച്ച ചിക്കൻ കറി നല്ല ലെഗ് പീസ് തന്നെ കേട്ടോ. ഞാൻ ലക്കിയാ, അതുകൊണ്ട് ലെഗ് പീസ് തന്നെ കിട്ടി. നല്ല നല്ല പൊറോട്ട, നല്ല ജീവനുള്ള പൊറോട്ടനെ പോലെയാണ് കേട്ടോ ഇവൻ്റെ നിപ്പ്. അതുകൊണ്ട് ഈ കുട്ടപ്പനെ ഞാൻ വന്ന് കഴിച്ച് നോക്കട്ടെ. എന്താ ടേസ്റ്റ്, നിങ്ങൾക്ക് കൊല്ലാന്നില്ല ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ടാറ്റ ബൈ ബൈ. നാളെ കാണാൻ മറക്കല്ലേ. ബൈ.